അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോകുന്ന കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന് പകരമായി ആർക്കും താൽക്കാലിക ചുമതല നൽകാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി. 15 ദിവസമാണ് സുധാകരൻ അമേരിക്കയിലുണ്ടാവുക. ഈ ദിവസങ്ങളിൽ കെപിസിസി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ആർക്കെങ്കിലും നൽകണമെന്ന് ഇന്നലെ നടന്ന കെപിസിസി എക്സിക്യൂട്ടീവ് സമിതി യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തനിക്ക് കാര്യങ്ങൾ അമേരിക്കയിലിരുന്ന് ഏകോപിപ്പിക്കാൻ കഴിയുമെന്ന നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചത്. സമരാഗ്നി എന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥ അടുത്ത മാസം 21 മുതൽ കെപിസിസി നടത്താനിരിക്കുകയാണ്. ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് താൽക്കാലിക ചുമതല അനിവാര്യമാണെന്ന നിലപാടാണ് യോഗത്തിൽ ചില നേതാക്കൾ സ്വീകരിച്ചത്. ഹരിമോഹൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, ഇന്നലെ കെപിസിസി എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സുധാകരന് പകരം താൽക്കാലിക ചുമതല മറ്റാർക്കെങ്കിലും നൽകണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. അതിന് നേതൃത്വത്തിന്റെ ഒരു നിലപാട് എന്തായിരുന്നു? അതായത് ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് സമിതി യോഗത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പും ഇത്തരത്തിലൊരു ആവശ്യം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. അതായത് സുധാകരൻ നേരത്തെ തന്നെ ചികിത്സയ്ക്ക് പോകുന്ന കാര്യം ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ചില നേതാക്കളൊക്കെ തന്നെ എക്സിക്യൂട്ടീവ് സമിതി യോഗത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. അതായത് സുധാകരൻ ഇല്ലാതിരിക്കുന്നത് 15 ദിവസങ്ങളാണ്. ഈ 15 ദിവസങ്ങൾക്ക് പകരം താൽക്കാലിക ചുമതല മറ്റേതെങ്കിലും നേതാവിന് നൽകണം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപപ്പെടുത്തണം. ഈ അഡ്ഹോക് കമ്മിറ്റിക്കായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ 15 ദിവസത്തേക്ക് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടത്. പക്ഷേ ഈ തീരുമാനത്തോട് കെ സുധാകരൻ വിയോജിക്കുകയാണ് ചെയ്തത്. ഇത് പഴയ കാലമല്ല, തനിക്ക് ന്യൂയോർക്കിൽ ഇരുന്നു കൊണ്ടും കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയും. 3 ദിവസം കൂടുമ്പോൾ വീതം താൻ സൂം മീറ്റിംഗ് വിളിക്കാം. ആ സൂം മീറ്റിംഗിൽ വർക്കിംഗ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും അടക്കമുള്ള ബന്ധപ്പെട്ട ആളുകൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണമെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരടക്കമുള്ളവരോട് വരെ സൂം മീറ്റിംഗിൽ താൻ യോഗം ചേർന്നുകൊള്ളാം എന്നൊക്കെയുള്ള നിലപാടാണ് കെ സുധാകരൻ സ്വീകരിച്ചത്. പക്ഷേ ഈ കാര്യം എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും അംഗീകരിച്ചിരുന്നു. പക്ഷേ ചില നേതാക്കൾക്ക് അപ്പോഴും അതൃപ്തിയുണ്ട്. അവർ ഈ കാര്യം ഒരിക്കൽ കൂടി കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോടും ഒരുപക്ഷെ അതിന് മുകളിലേക്ക് ഹൈക്കമാൻഡിനോടും ഇക്കാര്യം അവതരിപ്പിക്കാനാണ് ഒരുങ്ങുന്നത്. കാരണം ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇവർ പറയുന്ന കാര്യം ജനുവരി 21 മുതൽ കെപിസിസി സമരാഗ്നി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ സംസ്ഥാനത്തിന്റെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും നടത്താനിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ 21-ാം തീയതി മുതൽ ഏറ്റവും കെപിസിസി അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ തുടങ്ങാനിരിക്കെ ഇത്തരത്തിൽ 15 ദിവസത്തോളം കെപിസിസി പ്രസിഡന്റ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇവർ. കാരണം 16-ാം തീയതി സുധാകരൻ തിരിച്ചു വന്നാലും 4-5 ദിവസം മാത്രമാണ് ഈ ജാഥയ്ക്ക് മുന്നോടിയായുള്ളത്. അപ്പോൾ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിലേക്ക് തയ്യാറെടുക്കാനോ വേണ്ടത്ര സമയം അദ്ദേഹത്തിന് കിട്ടില്ല. അങ്ങനെ അതിനു മുമ്പ് ഇത്തരത്തിൽ അഡ്ഹോക് കമ്മിറ്റിയോ മറ്റേതെങ്കിലും നേതാക്കൾക്ക് താൽക്കാലിക ചുമതലയോ നൽകിക്കൊണ്ട് അവർ കാര്യങ്ങൾ ഏകോപിപ്പിച്ച ഒരു രൂപത്തിലാക്കി ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിച്ചുകൊണ്ട് സുധാകരൻ വരുമ്പോൾ ജാഥ തുടങ്ങാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇക്കാര്യം ഇപ്പോഴും അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് കരുതുന്നു. കാരണം ഒരു ഘട്ടത്തിൽ താൽക്കാലിക ചുമതല നൽകാം, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ താൻ താൽക്കാലിക ചുമതല മറ്റാർക്കെങ്കിലും നൽകാമെന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിനൊക്കെ മുമ്പ് തന്നെ. പക്ഷെ കെ സുധാകരൻ മുന്നോട്ട് വെച്ച പേരുകൾ അംഗീകരിക്കാൻ ഈ നേതാക്കൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സുധാകരൻ പറഞ്ഞ പേര് ഈ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളുടെ പേരാണ്. ആ പേര് അംഗീകരിക്കാൻ മറ്റു നേതാക്കൾ തയ്യാറായില്ല. അങ്ങനെയെങ്കിൽ മറ്റാർക്കും ചുമതല നൽകേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്കാണ് കെ സുധാകരൻ എത്തിയത്. ഈ അഡ്ഹോക് കമ്മിറ്റി എന്നുള്ളൊരു ആവശ്യം കെ സുധാകരൻ പരിഗണിച്ചില്ല എന്നുള്ളത് കൂടിയുണ്ട്. ആ സുധാകരന്റെ നിലപാടിനോട് ദീപാദാസ് മുൻഷിയും ചേർന്ന് നിൽക്കുകയായിരുന്നു. അവരും മറ്റു നേതാക്കളുടെ ആവശ്യം പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. സുധാകരന് പകരം ചുമതല മറ്റാർക്കെങ്കിലും നൽകണം എന്നായിരുന്നു ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. പക്ഷേ അതിന്റെ ആവശ്യമില്ല, അമേരിക്കയിൽ നിന്ന് തന്നെ തനിക്ക് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാമെന്നാണ് സുധാകരന്റെ നിലപാട്. എന്തായാലും ഈ ആവശ്യം നേതൃത്വത്തെ അറിയിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഒരു വിഭാഗം നേതാക്കൾ. അപ്പോൾ അത് എത്രത്തോളം പരിഗണിക്കുമെന്ന് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും.